നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കാപ്പിമല മഞ്ഞപ്പുലിൽ ഇടിമിന്നലേറ്റ് യുവതിക്ക് ദാരുണാന്ത്യം. പുളിങ്ങം വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ് മരിച്ചത്. പേരാവൂർ കോളയാട് സ്വദേശിനി അഞ്ജു മാത്യുവിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 32 വയസ്സായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് കാക്കയംചാൽ സ്വദേശി സോനു സെബാസ്റ്റ്യന് പരിക്കേറ്റു. ഫോറസ്റ്റ് വാച്ചർ അരങ്ങം സ്വദേശി സതീശൻ എന്നയാൾക്കും ഈ ഇടിമിന്നലേറ്റ് പരിക്കേറ്റു. ട്രക്കിങ്ങിനിടെയാണ് സംഭവം ഉണ്ടായത്. കരുവഞ്ചാലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റവരെ. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് അപകടമുണ്ടായത്. വിനോദസഞ്ചാരത്തിനോടനുബന്ധിച്ച് ഭർത്താവുമൊത്ത് മഞ്ഞപ്പുലിയിലെത്തിയതായിരുന്നു അഞ്ജു. ഇവിടെ വെച്ചാണ് ഇവർക്ക് ഇടിമിന്നൽ ഏറ്റത്. ഉടനെ കരുവഞ്ചാലിലുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ആവർത്തിച്ച് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം അടക്കം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ മഴയുടെ സമയമാണ്. മഴ എന്നാൽ മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെ മനുഷ്യന് ജീവന് തന്നെ അപകടമാകാവുന്ന ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഒരിക്കൽ കൂടി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഒക്കെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ, ഇപ്പോൾ മഴ മാത്രമായിരിക്കും എന്ന് കരുതി ഒട്ടും വിട്ടു നിൽക്കരുത്. അപ്രതീക്ഷിതമായിട്ടായിരിക്കാം മിന്നലും ഇടിയും ഒക്കെ പിന്നാലെ വരുന്നത്. അതുകൊണ്ട് കാർമേഘം കണ്ടു തുടങ്ങുന്ന ആ സമയം മുതൽ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരുപാട് മുൻകരുതലുകളുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എല്ലാവരുടെയും ജീവൻ അത് വിലപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവൻ ഒരു പരിധി വരെ നിലനിർത്താൻ സാധിക്കും. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ഒട്ടും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള സാഹചര്യത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുത്. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയോ പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത് ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങരുത്. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബോട്ടിന്റെ ഡെക്കിൽ, അതായത് മത്സ്യത്തൊഴിലാളികൾ ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവയ്ക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റുയരമുള്ള സ്ഥലങ്ങളോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക എന്നൊരു നിർദ്ദേശമൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. എത്രത്തോളം പ്രാവർത്തികമാണ് എന്നതൊരു ചോദ്യമായി ഉയരുന്നുണ്ട്. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാവുന്നതാണ്. വൈദ്യുത ഉപകരണ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യം 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കാനും മറക്കരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.